തനിക്ക് ഡ്രൈവർ ഇല്ലേ? ആ, ഒരുത്തനുണ്ടായിരുന്നു. കൂടെ നിന്ന് കുറെ കോണ്ടാക്ട്സ് ഒക്കെ ഒപ്പിച്ചേച്ച് ഇപ്പൊ സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് കൂടി. പകരം വേറൊരുത്തനെ കൊണ്ടുവന്നു. ഈ ഭാവിയിലെ യേശുദാസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കൃഷ്ണനുണ്ട്. ഇന്നേതോ പാട്ട് പരിപാടിയായിട്ട് പോയിരിക്കുക. അത് ശരി. നല്ലവനാ, രക്ഷപ്പെടുന്നേ രക്ഷപ്പെടട്ടെ. അതെ. ആ, പിന്നെ എനിക്കങ്ങനെ റെഗുലറായിട്ട് ഡ്രൈവറെ ഒന്നും ആവശ്യമില്ല. തനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, വിട്ടുതരാം കേട്ടോ. ഓ, താൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ടൊരു 4-5 കൊല്ലം ആയി കാണുമല്ലേ? അന്ന് വിജയുടെ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്ത സമയത്ത് എന്തോ വന്നതാ. ആ, കഴിഞ്ഞ 5-6 കൊല്ലത്തിനിടയ്ക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം അതാ. അതോടുകൂടി ഡിസ്ട്രിബ്യൂഷനിലേക്ക് തിരിഞ്ഞു. അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി. ആ, വൈഫ് ഡോക്ടർ ആയതുകൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടും താമസിക്കുന്ന ഫ്ലാറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. 1 വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ട്. അല്പം മനുഷ്യപ്പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ. താൻ പിന്നെ ഭാഗ്യവാന്. പ്രൊഡക്ഷനിലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. ഒരു കാലത്ത് ഞാൻ ധൂർത്തടിച്ചിട്ടില്ല. ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ടങ്ങ് പോവും. പിന്നെ ചില്ലറ ബിസിനസ്സൊക്കെ പൊട്ടിയത് തനിക്കറിയാമല്ലോ. ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ. നമ്മളെപ്പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ. ഒരു ചായ എടുക്കട്ടെ? കട്ടനേ ഉള്ളൂ. ശരി. ആ, ഈ സാമ്പത്തിക ഭദ്രത വലിയൊരു സമാധാനമാണ് മോഹൻ. ആ, നേരത്തെ എത്തിയല്ലോ. വാ, മനസ്സിലായോ? അരുൺ രാജീവ് ചെയ്ത 2 പടവും 100 ഡേയ്സ് അടിച്ച സംവിധായകന്. അറിയാം. ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടപ്പം എന്നോടൊരു ത്രെഡ് പറഞ്ഞു. ഇനി വേറൊരുത്തനോട് മിണ്ടിപ്പോകരുത്, എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ കയറി അങ്ങ് വട്ടം പിടിച്ചു. ഒരു ചായ ആകാല്ലേ? സർ, സിനിമ ഞാൻ കണ്ടിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. സാറിന് എന്തായാലും ഒരു അവാർഡുണ്ട്, ഐ ആം ഷുവർ. വിളിക്കുന്നവരെല്ലാം ഇത് തന്നെയാ പറയുന്നല്ലേ, ദൈവം വലിയവനാണ്. കാത്തു കാത്തിരുന്നാണേലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും അത് തന്നെ കൊണ്ട് പൊലിപ്പിക്കാനും കഴിഞ്ഞില്ല. ഈ പ്രോജക്റ്റ് ഇപ്പൊ എന്റെ കച്ചിത്തുരുമ്പ. തന്റെ പടത്തിൽ അഭിനയിച്ചില്ലേ പുതിയ നായകൻ കൃപേഷ്? പുള്ളിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഓ, എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം. എല്ലാം ശരിയാവും പ്രകാശ്. പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും. ഞാനൊന്നും കൊണ്ടുവന്നില്ല, കൊച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ. ആ, നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അഭിലാഷേ കൊടുക്കണ്ട മോനെ അഭിലാഷേ? ആ, വെറും 30 സെക്കൻഡ് അല്ലേ? കൊടുക്കണ്ട അഭിലാഷേ. കുളിക്കാൻ ചൂടുവെള്ളം എന്റെ അഭിലാഷത്തിന് കൊടുക്കുന്നേ. സുഖായിരിക്കട്ടെ ചോ. എവിടാ കൂട്ടി കേറിയോ? ആ, കേറി 3-4 പാട്ടുകൾ നോക്കാനുണ്ട്. അടുത്ത ആഴ്ച ഒരു ഭക്തിഗാനം വളയണ്ടേ കൊളമാവില്. കൊളമാവിലോ? കൊളമാക്കല്ലേ, നല്ല ഇടിയന്മാരുള്ള സ്ഥലവാ. ഈ ചളു പഠിക്കാനാണോ അച്ഛൻ എന്നെ വിളിച്ചത്? അല്ലടാ, നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചച്ഛൻ ഫാദർ ജെയ്സനെ കണ്ടില്ലായിരുന്നു? ആ അച്ഛന്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു TV ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന്. അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ. പ്രതീഷ് എന്ന അവന്റെ പേര്. നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം. എന്നാ ഏതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നാളെ അവിടെ പോണം. ഏറ്റല്ലോ? ഓ ശരി, ഏറ്റു. ഇവിടെ പേരും സൈനും ഓക്കെ ആണെന്നോ? ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷ് അകത്ത് കൺസോളുണ്ട്. സർ കണ്ടസ്റ്റന്റ് ആണോ? അതെ. കുട്ടി പാടാൻ വന്നാണോ? പണ്ട് ഞങ്ങളുടെ കോളേജിൽ സർ മലയാളം ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സമയമുള്ളപ്പോൾ വെറുതെ സമയം കളയാൻ വേണ്ടി. ഹലോ, ഇവിടെ ഇന്ന് പഞ്ചാരടിക്കാതെ അകത്തേക്ക് ഇല്ല. അല്ല, എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷിന്റെ ഫ്രണ്ടാ. ഡോ ശരി, അടുത്താണ്. അനീഷേ സർ,
ഇത് ഉയരല്ല ഉയരയാണ്. ഉയര് പോകുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് കാണിക്കേണ്ടത്. ലിറിക്സ് പോലും പഠിക്കാതെ ഇവനൊക്കെ പാടാൻ വന്നിരിക്കുന്നത്. സോറി, പ്രതീഷ്. യെസ്, പ്രതീഷാണ്. ഞാൻ ഫാദർ ജെയ്സൺ പറഞ്ഞിട്ട് വന്നതാണ്. ഒരു കൃഷ്ണനുണ്ണി. അതെ അതെ. പക്ഷെ ഫാദർ ഒരാളുടെ കാര്യം മാത്രം പറഞ്ഞോളൂല്ലോ. ഞാൻ ഒരാളേ ഉള്ളൂ, ഈ കൃഷ്ണനും ഉണ്ണിയും ഞാൻ തന്നെ. അപ്പൊ ഈ കൃഷ്ണനുണ്ണിയാ? അല്ല, ഞാൻ പാടാൻ വേണ്ടി വന്നതാ. പിന്നെ പ്രദീപ് സാറ് ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ പരിചയപ്പെടാലോ എന്ന് വിചാരിച്ചു. ഈ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നല്ല, ജസ്റ്റ് ഫ്രണ്ട്സാന്ന് ജസ്റ്റ് ഒന്ന് താൻ എന്റെ ഫ്രണ്ട് ആയത് എപ്പോഴാണ്? അത് ഈ ഫ്ലോയിൽ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ഉരുളുണ്ട്. അപ്പോൾ ഞാൻ ടാഗ് എടുത്ത് തരാം. നെക്സ്റ്റ് തന്നെ വിളിപ്പിച്ച് കഴിഞ്ഞാൽ പടം റെഡി അല്ലേ? അടുത്ത് തന്നെ വിളിക്കാം. അവിടെ. താങ്ക് യു സർ. എന്താടാ ദാമോദര ഇങ്ങനെ കിടന്ന്? ഇവൻ വലിയ പാട്ട് പരിപാടിയിലൊക്കെ ഓഡീഷനൊക്കെ പാസ്സായി ജഡ്ജിമാരൊക്കെ എണീറ്റ് കൈയടിപ്പിച്ചിട്ട് വന്നിരിക്കല്ലേ? എണീറ്റൊന്നും നിന്നില്ല, ഇഷ്ടമായെന്ന് ദേ ഇങ്ങനെ കാണിച്ചു. അതൊരു പച്ചക്കൊടിയാടാ. രുക്കുവേടത്തിൽ പറയുന്ന പോലെ ഭാവിയിൽ ഒരു യേശുദാസാകാനുള്ള പച്ചക്കൊടി. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇവനിപ്പം ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞ സ്ഥിതിക്ക് റിയാലിറ്റി ഷോ എന്തോ ആവട്ടറാ, ഇനിയും ആ പ്രൊഡ്യൂസറുടെ ഡ്രൈവറായിട്ട് പോണോ? ഈ പാട്ടിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരെ? ഈ സംവിധായകരെയൊക്കെ പരിചയപ്പെടുത്തും, സിനിമയിൽ പാട്ട് പാടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ മെല്ലെ നടന്നു. അതെ, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ടൈമാന്നേ. അങ്ങേരുടെ കൂടെ നടന്ന് 2 വർഷം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ വെച്ച് ഞാൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയില്ലേ? നീ തൽക്കാലം പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതെങ്ങാനും ക്ലിക്കായാലേ ലൈഫ് ജിങ്കാലാലയാ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? സാറ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. എന്റെ സമയം തെളിയാതിരുന്ന ഇപ്പോൾ സാറിന്റെ കുഴപ്പമായോ? എടുപിടിന്ന് അവിടെ നിന്നിട്ട് പോരാൻ പറ്റിയാലോ? അത് ശരിയുമല്ല. പിന്നെ ഞാനൊരു ഓഡീഷൻ പാസ്സായതോളൂ, അല്ലാതെ സിനിമാ പാട്ടുകാരനൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ആവുന്നിടം വരെ നീ ആ ജോലി കളയരുതെന്നാ എന്റെ അഭിപ്രായം. ഒരു ജോലി ഉള്ളത് നല്ലതേട്ടാ. ഞാനൊരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അതാ ബെസ്റ്റ്. 5, 6, 7 and 5, 6, 7 and അതെ, നമ്മൾ അങ്ങോട്ട് ഇത്ര മസിൽ പിടിക്കേണ്ട ഒരു കാര്യമില്ല. സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ, അതിന് ഇത്ര ബലം പിടിക്കേണ്ട ആവശ്യം എന്താ? അതല്ലേ, ബലം പിടിക്കാണ്ടിരുന്ന മതിയല്ലോ. മതി. എന്താ വെച്ചിരിക്കുന്നത്? പൊട്ട സ്റ്റെപ്പ്. തനിങ്ങോട്ട് വന്ന് എന്താ കൃപേഷ്? അല്ല സാറേ, ഷർട്ട് തുന്നാൻ അറിയോ? ഇല്ല. പൊറോട്ട അടിക്കാൻ അറിയോ? ബീഫ് കറി ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ടേ. തനിക്കറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞൂടാ, എനിക്കറിയാവുന്ന കാര്യം തനിക്കറിഞ്ഞൂടാ. ഇപ്പൊ മനസ്സിലായി സാർ. അപ്പൊ ഇനി ഇവിടെ കിടന്ന് ഓവർ സ്മാർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർസിനെ റെസ്പെക്ട് ചെയ്യുന്ന നല്ല കോറിയോഗ്രാഫേഴ്സിനെ ഞാൻ കൊണ്ടുവരും. തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. വേണ്ട സാർ. സാറിന്റെ ഇഷ്ടം പോലെ കളിച്ചു. പ്രകാശ് സാർ, ഞാനിപ്പോ വരാം. ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ആയിക്കോട്ടെ സാർ. ശീലമായി പോയി സാർ. ഓ, സ്ക്രിപ്റ്റ് ആയിട്ട് വന്നായിരിക്കും അല്ലേ? യെസ്, ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. സാർ, ഞാൻ ഒരു കാര്യം പറയുന്നത് കൊണ്ടിട്ട് അഹങ്കാരോടൊന്ന് വിചാരിക്കരുത്. എന്താ? ഞാൻ ആകെ 6 പടം ചെയ്തിട്ടുള്ളൂ. അതിൽ 4 പടങ്ങൾ 100 days ഓടിയ പടങ്ങളാണ്. ഇപ്പോൾ 2 പടം തിയേറ്ററിലുണ്ട്, ഗംഭീരമായിട്ട് ഓടുന്നുണ്ട്. ദൈവസാഹചര്യൻ്റെ ഒരു സിനിമ തുടങ്ങിയിട്ട് നിന്ന് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്ന സാറിന് എന്നെ കൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ? എന്റെ ഏത് സിനിമയാണ് വഴി കിടന്നിട്ടുള്ളതെന്നൊന്ന് അന്വേഷിച്ചു നോക്കും. അല്ല സാർ, ഞാൻ കൃപേശനെ തർക്കിച്ച് പറഞ്ഞല്ല. ബട്ട് ബിലീവ് മീ, എൻ്റെ കുറെ NRI ഫ്രണ്ട്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതെപ്പോൾ ചെയ്യാമെന്ന് പറ, അത്രേ ഉള്ളൂ. ഫണ്ട് റെഡി. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇൻവെസ്റ്റേഴ്സ് വരും, ഫണ്ട് റൈസ് ചെയ്യുമെന്ന് കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഇതുപോലെ നടക്കുമോ? പ്രകാശ് സാറ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ ഒരു തകരാൻ പാടില്ല. കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കും. തൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ, വായിക്കാനൊന്നുമില്ല. സാർ, നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം പൈസ ബാങ്കിലിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്നൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അഹങ്കാരമോ സാർ? ഇല്ല, ഒരിക്കലും. ഓക്കെ, എന്നാൽ നമുക്ക് ഇരിക്കാം സാർ. അരുൺ, ജിബി സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ടഫായിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് കാണിച്ചേ. പുല്ല് സാർ എന്നെ സമ്മതിച്ചു. ഇങ്ങനെയൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് വേറെ ആളെ നോക്കാം. ഞാനിപ്പോൾ ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസർ അല്ലല്ലോ. അതുകൊണ്ട് എവിടെ ചെന്നാലും ടോർച്ചറിങ്ങും ഓവർ റൂളിങ്ങും ഒക്കെ ഉണ്ടാവും. ഇയാളെ വെച്ച് പടം ചെയ്താൽ ഇപ്പം നമ്മൾ സേഫാണ്. അത്യാവശ്യം സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട്, ഓഡിയൻ ഉണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ പടം തീരും.
എന്നാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധേഡാവുന്നു. അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അരുൺ, നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ ഈഗോയും ദുരഭിമാനവും ഒക്കെ മടക്കി പോക്കറ്റ് വെക്കുന്നതാണ് നല്ലത്. അനുഭവത്തിൽ നിന്ന് പറയുക. ഹലോ പ്രതീഷ്. ആയിടോ, അന്ന് ഞാൻ പറഞ്ഞ പോലെ മറ്റന്നാളാണ് തനിക്ക് ഷൂട്ട്. താൻ ഫ്രീ ആണല്ലോ അല്ലേ? ആ ഫ്രീ ആണ്. ആ പിന്നെ നമ്മൾ തുടങ്ങുന്നത് ഡ്യൂറ്റ് റൗണ്ടിലാണ്. ആ കൃഷ്ണനോണി ഇല്ലേ, പുള്ളിയാണ് തൻ്റെ ഒപ്പം ഡ്യൂറ്റ് പാടുന്നത്. പിന്നെ സിനിമാ പാട്ടല്ല, ഇപ്രാവശ്യം പുതിയ വരികൾ രണ്ടുപേരും കൂടി കമ്പോസ് ചെയ്തോണം പാടാൻ കേട്ടാ. അയ്യോ, ട്യൂൺ കമ്പോസ് ചെയ്യാനൊന്നും എനിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടി ഫോണിലൊന്ന് പ്ലാൻ ചെയ്താൽ മതി. ഞാനിപ്പോൾ തന്നെ വരികൾ അയച്ചു തരാം, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ ഓക്കെ, ശരി എന്നാൽ. കൃഷ്ണനുണ്ണി, തനിക്കൊരു പഴയ നടൻ മോഹൻകുമാറിനെ അറിയുമോ? മോഹൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ ഒരു സിനിമ അത്യാവശ്യം ഹിറ്റായതുകൊണ്ട് അയാൾക്ക് കുറേ ഉദ്ഘാടനങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. തനിക്കൊരു 2 മാസം മോഹൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇന്നാളെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പം എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിരിക്കുക. ഈശ്വരൻ അനുഗ്രഹിച്ച ഒരു പ്രോജക്റ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓണാവും. അല്ല, അപ്പം ഇങ്ങോട്ട് തിരികെ പോരുകയും ചെയ്യാം. സാറേ, സിനിമയിലൊരു പാട്ട് കിട്ടാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി സാറിൻ്റെ കൂടെ കൂടിയത്. അല്ലാതെ ഞാനിത് തന്നോട് പറയാമല്ലോ, ഈ വണ്ടിയുടെ RC ബുക്ക് പോലും പണയത്തില്ല. 1-2 മാസമായിട്ട് തൻ്റെ ശമ്പളം പോലും മുഴുവനായിട്ട് തന്നിട്ടുമില്ല. അയ്യോ സാറേ, ഞാനതൊന്നും. ഞാൻ പറയട്ടെ, പ്രോജക്റ്റ് നടക്കും. അതിൽ കൃഷ്ണനുണ്ണിക്കൊരു പാട്ടുണ്ട്, പാട്ടുകളുണ്ട്. അതെന്റെ വാക്കാ. തൽക്കാലം ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ഓരോ മാറ്റവും ഓരോ അവസരങ്ങളാണ് കൃഷ്ണൻ. ആരാ? കൃഷ്ണനുണ്ണി. പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഡ്രൈവിങ്ങിന്. അതിന് നാട്ടുകാരൊക്കെ കൂട്ടി വന്നിരിക്കുന്ന എന്താ? അയ്യോ, ഇവരെൻ്റെ കൂടെ ഒന്നുമല്ല. ഞങ്ങള് നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്ന് വരിക. സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇന്നലെ വിളിച്ചിരുന്നല്ലോ അല്ലേ? നിങ്ങൾ കയറി. ഉണ്ണികൃഷ്ണ. കൃഷ്ണനുണ്ണി. അതെ, കൃഷ്ണനുണ്ണി. നമുക്ക് ഇവരിറങ്ങിയിട്ട് സംസാരിക്കാം കേട്ടോ. ഓ ശരി. കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഒന്ന് ടച്ച് പിടിച്ച് നോക്കിക്കോ. ഞാൻ താക്കോൽ ഇപ്പൊ കൊടുത്തുവിടാം. ആയിക്കോട്ടെ. കുമാരിയമ്മേ, ആ താക്കോൽ എടുത്ത് കൊടുക്ക്. എന്താ നിന്റെ പേര്? കൃഷ്ണനുണ്ണി. നീ ഡ്രൈവറല്ലേ? ആ. പിന്നെന്തിനാ കല്യാണത്തിന് പോണത് പോലെ വന്നിരിക്കുന്നേ? കുറച്ച് നിറം കുറഞ്ഞതൊക്കെ ഇട്ടുകൊണ്ട് വന്നാ മതി കേട്ടാ. പ്രായമായ പെങ്കൊച്ചുള്ള വീടായത്. ഓ, ഇതേ സാറിന്റെ ഹൃദയമാ, ഹൃദയം. ആയ കാലത്ത് കൂടെ കൂട്ടിയതാ. താക്കോല് 2 കൈ നീട്ടടാ.